ഫെഡറേറ്റ് മലയാളം നെറ്റ്വർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി പ്രശസ്ത എഴുത്തുകാരിയും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകയുമായ ശ്രീമതി ഇന്ദിരാ ബാലൻ. നമസ്കാരം ശ്രീമതി ഇന്ദിരാ ബാലൻ. നമസ്കാരം. താങ്കൾ പ്രധാനമായും തിരിച്ചറിയപ്പെടുന്നത് ഒരു കവി എന്നുള്ള നിലയിലാണ്. കവിതയെപ്പറ്റി, എന്തുകൊണ്ടാണ് കവിത എഴുതുന്നത്, കവിത എന്താകണം കവിത തുടങ്ങിയ വിഷയങ്ങളിൽ താങ്കളുടെ നിരീക്ഷണം എന്താണ്? തീർച്ചയായിട്ടും കവിത എന്താണ് എന്നുള്ളൊരു നിശ്ചിതമായ നിർവചനം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിനനുസരിച്ചായിരിക്കും കവിത എന്നുള്ളത്. കവിത മനസ്സിൽ വരുന്നതല്ലേ, നമ്മൾ ആസൂത്രിതമല്ല. പഴയ കാലത്ത് പറഞ്ഞാൽ തീർച്ചയായിട്ടും വൃത്തനിബന്ധമായ കവിതകളാണ്. അതിന് ചില ശാസ്ത്രങ്ങളുണ്ട്, കവിതയുടേതായ ചട്ടങ്ങളുണ്ട്. അപ്പം അതിനെ ലംഘിച്ചുകൊണ്ട് പഴയ കാലത്ത് എഴുതരുത് എന്നുള്ള നിയമങ്ങളുണ്ടായിരുന്നല്ലോ. പക്ഷെ എങ്ങനെ എഴുതുകയാണെങ്കിലും നമ്മുടെ മനസ്സിന്ന് വരുന്നതാണെന്നുള്ള എൻ്റെ ഒരു അനുഭവം. കവിത അത് ഇപ്പോൾ കവിത എഴുതണം എന്നുള്ള ഒരു ആസൂത്രിതമായ മുന്നേ തീരുമാനിച്ചിട്ടൊന്നുമല്ല ഞാൻ എഴുതിയിട്ടില്ല. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെയല്ല. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എഴുതുമായിരുന്നു. ആ കുട്ടിക്കാലത്ത് നമുക്ക് അതിനെക്കുറിച്ചൊന്നും അത്ര അറിയില്ലല്ലോ. കവി എന്താണ്, സാഹിത്യം എന്ന് പോലും കൃത്യമായിട്ട് അറിയാത്തൊരു കാലത്ത് മനസ്സിൽ വരുന്ന വരികൾ എങ്ങനെ എഴുതി വെക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. പിന്നീട് അങ്ങനെ വളർന്ന് നമ്മൾ മലയാള സാഹിത്യമൊക്കെ പഠിച്ച് ശേഷം അപ്പം അതിലും പഠിക്കുന്നത് കൃത്യമായ നിർവചനത്തോടു കൂടിയാണ്. കവിത വൃത്തനിബന്ധമായിരിക്കണം എന്നുള്ള പഴയ ക്ലാസിക്കൽ പ്രവണതയുടെ ഒക്കെ രീതിയിലും ആധുനിക കവിതയിലേക്കുള്ള വരവും പഠിക്കുമ്പോൾ നമ്മൾ കവിതയെക്കുറിച്ച് കൂടുതൽ അറിയുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒരുപക്ഷെ ഒരു അക്കാദമിക് പഠനമൊന്നുമല്ല എഴുത്തിന് ആധാരമായിട്ടുള്ളത്. അതിപ്പോൾ എത്ര അക്കാദമിക് പഠനങ്ങളില്ലാത്ത എത്രയോ പ്രതിഭാശാലികളായ എഴുത്തുകാരുണ്ട്. അവരൊക്കെ എഴുതുന്നവരല്ലേ. നല്ല ഭംഗിയായിട്ട് കവിത എന്തെന്ന് അറിയാത്തവർ പോലും വളരെ ഭംഗിയായി കവിത എഴുതുന്നവരുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പ്രത്യേക നിർവചനം ആവശ്യമില്ല. പക്ഷേ പഴയതിൽ നിന്ന് നമ്മൾ ഓരോ കാലത്ത് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും പുരോഗമനം എന്നതാണല്ലോ പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ പഴയ കാലത്ത് ഉണ്ണിയേച്ചി ചരിതം പോലുള്ള കവിതകളൊക്കെ ഇപ്പോൾ എഴുതി കഴിഞ്ഞാൽ അത് ആരും സ്വീകരിക്കില്ല. മാത്രമല്ല സ്ത്രീ കേവലം ഒരു ഉപഭോഗ വസ്തുവോ അടിമയോ അങ്ങനെയൊന്നുമല്ല. സ്ത്രീയെ വെറുതെ വർണ്ണിക്കാനുള്ള ഒരു വസ്തുവല്ല സ്ത്രീ പുരുഷനെ പോലെ തന്നെ ഒരു വ്യക്തിത്വമുള്ള ആളാണ് സമൂഹത്തിൽ. അപ്പോൾ പുരുഷനൊപ്പം തന്നെ നിൽക്കേണ്ടവളാണ് സ്ത്രീ. ഇപ്പം സ്ത്രീക്ക് സ്ത്രീയുടെ കഴിവുകളുണ്ട്. വെറും വർണ്ണിക്കപ്പെടേണ്ടവൾ മാത്രമല്ല അവള്. വർണ്ണിച്ച് അവളെ ഇങ്ങനെ വളരെ എന്താ പറയുക കൽപ്പനകളൊക്കെ നൽകി, പരികൽപ്പനകൾ നൽകി വളരെ ഉദാത്തവൽക്കരിക്കുകയും ഒപ്പം തന്നെ പിന്നിലേക്ക് മാറ്റി നിർത്തപ്പെടുന്ന ഒരു പ്രവണതയായിരുന്നു പഴയകാലത്ത്. ഇന്ന് അതല്ല. ഇന്ന് സ്ത്രീകൾ വളരെയധികം ശക്തിയോടെ പുരുഷനെ പോലെ തന്നെ എല്ലാ ഇടങ്ങളിലും സാഹിത്യമണ്ഡലത്തിലും വളരെ ശക്തമായിട്ട് അവരുടെ സാന്നിധ്യം അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു കവിത ഇന്ന് കുറേ മാറി പഴയ കാലത്ത് നിന്ന്. പക്ഷെ പഴയതിനെ മുഴുവൻ തിരസ്കരിക്കണമെന്നോ നിഷേധിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓരോ കാലത്തും ഞാനൊക്കെ പണ്ട് ആ ഒരു വൃത്തനിബന്ധമായിട്ട് കുറേ താളം, വൃത്തം എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം ഒരു താളം, ആ താളത്തിലാണല്ലോ ജീവിതം തന്നെ. നമ്മുടെ ഒരു താളമാകുമ്പോൾ താളമില്ലാത്ത ഒന്നുമില്ല. അപ്പോൾ ആ ഒരു താളത്തിൽ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് എനിക്ക് ഇങ്ങനെ കുറച്ചും കൂടി നമ്മൾ കൃത്യമായിട്ട് വളരെ ശക്തമായിട്ട് ആശയത്തെ അവതരിപ്പിക്കണം എന്ന് തോന്നുമ്പോൾ അത് ഗദ്യമായിട്ട് വരാറുണ്ട്. ഗദ്യമായി എഴുതണം എന്നുള്ള തീരുമാനത്തിലുള്ള ഗദ്യമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഞാൻ പദ്യത്തിലും ഗദ്യത്തിലും എഴുതാറുണ്ട് കവിത. പിന്നെ കവിത ഞാൻ അങ്ങനെ തെരഞ്ഞെടുത്തല്ല, അതങ്ങനെ എഴുതി വന്നപ്പോൾ കൂടുതൽ കവിതകൾ എഴുതി എന്നേ പറയാവൂ. അത്രയാണ് കവിതയെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ പുതിയ കാലത്ത് വസ്തുവായി വാക്ക് എന്നത് വസ്തുവായി, അതാണ് മാറ്റങ്ങൾ. ഇപ്പൊ നമ്മള് പഴയ കാലത്ത് ഉപയോഗിക്കാത്ത പല പദങ്ങളും ഇന്ന് പുതിയ കാലത്ത് സാഹിത്യത്തിൽ കഥയായിക്കോട്ടെ, കവിതയായിക്കോട്ടെ, നോവലായിക്കോട്ടെ നമ്മൾ ഉപയോഗിക്കുന്നു അല്ലെ. നമ്മുടെ പണ്ട് പറഞ്ഞ അറിവുള്ളവർക്ക് മാത്രമാണ് കവിത മനസ്സിലാവുള്ളൂ. കവിതയെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള അറിവുള്ളവർക്ക് മാത്രമാണ് കവിത ചൊല്ലിക്കേട്ടാലോ അല്ലെങ്കിൽ കവിത വായിച്ചാലോ മനസ്സിലാവൂ. ഇന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്കള സാമഗ്രികൾ അടക്കം കവിതയ്ക്ക് വിഷയമായി വന്നു എന്ന് പറയാം. അപ്പോൾ വളരെ കവിത നമ്മുടെ തോളോട് ചേർന്ന് നടക്കുന്നു. അതോടൊപ്പം തന്നെ ബൗദ്ധികമായിട്ടും കവിത വളർന്നു കഴിഞ്ഞു. കവിതയുടെ ഇപ്പോഴത്തെ പ്രവണത ഏറ്റവും വേഗം എഴുതാവുന്ന ഒരു സാഹിത്യരൂപം എന്ന നിലയ്ക്കാണ്. മറ്റ് സാഹിത്യരൂപങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന കവിതകളാണ്. കവിതയുടെ ഒരു പ്രളയം തന്നെ എന്ന് പറയാം. ഇത്തരം ഒരു അവസ്ഥാവിശേഷത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? അത് തീർച്ചയായിട്ടും അത് നിയന്ത്രിക്കേണ്ടതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ഇന്നിപ്പം നമുക്ക് ഇന്നെല്ലാം നമ്മൾ തന്നെ ആവുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ.
എഴുത്തുകാരനും പ്രസാധകരും പിന്നെ അത് നോക്കുന്ന ആളും വിശകലനം ചെയ്യുന്ന ആളും ഒക്കെ നമ്മളാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയൊക്കെ വളരെയധികം വളർന്നു. ഫേസ്ബുക്ക് പോലെയുള്ള ഇടങ്ങൾ എഴുതാനുള്ള ധാരാളം മാധ്യമങ്ങളായി മാറിക്കഴിഞ്ഞു. അപ്പോൾ എഴുതാൻ തോന്നുന്നവർക്കൊക്കെ എഴുതാന്നുള്ളൊരു അവസ്ഥ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് മുഴുവൻ സാഹിത്യമൊന്നുമല്ല, പക്ഷെ പുതിയ കാലത്തൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ആരെയും വിമർശിക്കാനും പറയാൻ പറ്റില്ല, ഉപദേശിക്കാനും പറ്റില്ല, അങ്ങനെ ആരും കേൾക്കുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതിന്നൊക്കെ വേറിട്ട് യഥാർത്ഥത്തിൽ എഴുത്ത് കണ്ടാൽ നമുക്ക് തിരിച്ചറിയുള്ളൂ. എഴുത്തിനെ കുറിച്ചും കവിതയെക്കുറിച്ചും അറിയുന്നവർക്ക് യഥാർത്ഥ എഴുത്ത് എന്താണ്, അല്ലെങ്കിൽ യഥാർത്ഥ കവിത ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയുമല്ലോ. അപ്പൊ ആ തിരിച്ചറിവിലൂടെ നമ്മൾ മനസ്സിലാക്കുക എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അത് നിയന്ത്രിക്കണം എന്നിപ്പോ നമുക്ക് അത്ര ആത്യന്തികമായിട്ട് പറയാനുള്ളൊരു അവസ്ഥ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിയന്ത്രിക്കാൻ പറ്റില്ല, അത് നിയന്ത്രിക്കേണ്ടത് പിന്നെ അത് എഴുതുന്നവരാണ് അത് മനസ്സിലാക്കേണ്ടത്. അവരവര് എഴുതുമ്പോ അവരവർ തന്നെ ഒരു ആത്മവിശകലനത്തിന് തയ്യാറാവണം. നമ്മൾ എഴുതുന്നതെല്ലാം ശരിയെന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചാൽ പിന്നെ അവിടെ മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ അവനവന്റെ വിമർശകരാവുക. ആ എഴുത്തിൽ എത്രത്തോളം, അല്ലെങ്കിൽ എഴുതുന്നവരെ കാണിച്ചിട്ടോ അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ ഇനി ചേർക്കണം അല്ലെങ്കിൽ ന്യൂനതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ എഴുതുന്നവർക്കാണെങ്കിൽ കൂടുതൽ അത് ഗുണകരമായിരിക്കും. പക്ഷെ എല്ലാം കവിതയാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. താങ്കളുടെ സ്വദേശം, പഠനം തുടങ്ങിയ കാര്യങ്ങളെ പറ്റി ഉള്ള ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവയ്ക്കാമോ? അത് മലപ്പുറം ജില്ലയിലെ വാഴയങ്കട എന്ന ഗ്രാമത്തിലായിരുന്നു ജനനം. പത്മശ്രീ വാഴയങ്കട കുഞ്ചു നായരാണ് അച്ഛൻ. കഥകളി രംഗത്തെ ആചാര്യനായിരുന്നു. അമ്മ ലക്ഷ്മിക്കുട്ടിയമ്മ. എനിക്ക് 5 ഏട്ടന്മാരും 3 ചേച്ചിമാരുമാണ് എൻ്റെ സഹോദരങ്ങൾ. അതിലിപ്പോൾ 3 ഏട്ടന്മാർ ഇല്ല, പിന്നെ ബാക്കി 2 ഏട്ടന്മാരും 3 ചേച്ചിമാരുമാണ്. കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ആ വാഴയങ്കട ഗ്രാമം, അവിടുത്തെ എപ്പോഴും പുറത്ത് കളിച്ച് നടന്നിരുന്ന ഒരാളാണ് ഞാൻ. ഏറ്റവും അവസാനത്തെ മകളായതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലൊക്കെ നമുക്ക് ധാരാളം കൂട്ടുകാരുണ്ടായിരുന്നു. അമ്പലവട്ടത്തായിരുന്നു കൂടുതൽ. രാവിലെ സ്കൂളിൽ പോവുകയാണെങ്കിൽ നമുക്ക് 10 മണിക്കൊക്കെ എത്തിയാൽ മതി വാഴയങ്കട നോർത്ത് UP സ്കൂളിലേക്ക്. അപ്പോൾ വളരെ മെല്ലെ പോയി നടന്ന് വീടുവഴിയിലെ മഷിത്തണ്ടും പുല്ലും ഒക്കെ പറിച്ച് പൂക്കളൊക്കെ പറിച്ച് അങ്ങനെ നടന്ന് ഒന്നിനും ഒരു എന്താ പറയുക കൃത്യത കൂടുതലില്ല. അത്രയൊന്നും ഇന്ന സമയത്ത് എത്തണമെങ്കിൽ 10 മണിക്കുള്ളിൽ സ്കൂളിലെത്തുക. അത് കഴിഞ്ഞ് വൈകിട്ട് സ്കൂൾ വിട്ട് വന്നാലും വൈകിട്ട് കളിക്കാൻ പോവും. അത് കഴിഞ്ഞ് പിന്നെ രാത്രിയാണ് പഠിക്കാനുള്ളതൊക്കെ. അങ്ങനെയായിരുന്നു കുട്ടിക്കാലം. പക്ഷെ കുട്ടിക്കാലത്ത് അച്ഛൻ കഥകളി രംഗത്തായതുകൊണ്ട് തന്നെ കഥകളിയായിട്ട് വളരെയധികം ബന്ധമുണ്ടായിരുന്നു. കഥകളി എന്താണെന്നൊന്നും അറിയില്ല, കഥകളിയുടെ വ്യാകരണ ശാസ്ത്രങ്ങളൊന്നും അറിയാത്ത കാലത്ത് തന്നെ കഥകളി ധാരാളം കണ്ടിരുന്നു എന്നതാണ്. വാഴയങ്കട ഉത്സവത്തിന് തന്നെ 5 ദിവസമൊക്കെയാണ് കഥകളി. പിന്നെ സമീപ പ്രദേശങ്ങളായ കാറൽമണ്ണ, ചെർപ്പളശ്ശേരി എവിടെയൊക്കെ ഉത്സവക്കാലം ആകുമ്പോൾ കഥകളി കാണാൻ പോവും. കുട്ടികളുടെ കൂടെ പോവും, വീട്ടുകാരുടെ കൂടെ പോവും. അപ്പോൾ കഥകളി അറിയില്ലെങ്കിലും ഭയങ്കര ഇഷ്ടമായിരുന്നു കാണാൻ. ഏറ്റവും മുമ്പിൽ ഇരിക്കണം എന്നുള്ളൊരു നിർബന്ധം. അപ്പോൾ കളിവിളക്കിൻ്റെ ചുവട്ടിൽ തന്നെ പോയിരിക്കുകയോ അപ്പോൾ ഉറങ്ങി ഉണർന്നൊക്കെ ഇങ്ങനെ കളി കണ്ട ഒരു കാലമുണ്ടായിരുന്നു. അപ്പം അന്നത്തെ കാലത്തൊന്നും സിനിമയൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. സിനിമയൊന്നും അങ്ങനെ വിടില്ല. വീട്ടിൽ നിന്ന് സിനിമ കാണുകയാണെങ്കിൽ വല്ല പുരാണ പ്രമേയങ്ങളൊക്കെ ഉള്ള സിനിമയ്ക്ക് കൊണ്ടുപോകുന്നല്ലാതെ സിനിമയോടും അധികം ബന്ധം ഉണ്ടായിരുന്നില്ല. എപ്പോഴും കഥകളി കാണുന്ന ഒരു കാലം. പിന്നെ കഥകളിക്കാരായിട്ടുള്ള അന്നത്തെ എല്ലാവരും, അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും പ്രധാനപ്പെട്ട അന്നത്തെ കഥകളി വേഷക്കാരും ഇപ്പം നിലവിലുള്ളവരും ഒക്കെ തന്നെ വീട്ടിലെപ്പോഴും വരും. പിന്നെ എൻ്റെ ഒരു ചേട്ടൻ കലാമണ്ഡലം വാഴയങ്കട വിജയൻ, അദ്ദേഹം ഇപ്പം അന്തരിച്ചു കഴിഞ്ഞ ഫെബ്രുവരിയിൽ. കലാമണ്ഡലം മുനിസിപ്പലായി റിട്ടയർ ചെയ്തു. വേഷവിഭാഗമായിരുന്നു, അച്ഛൻ്റെ ശിഷ്യനായിരുന്നു. പിന്നെ അച്ഛൻ്റെ മരുമകനായിരുന്നു കോട്ടയ്ക്കൽ ശിവരാമൻ, സ്ത്രീവേഷം. അദ്ദേഹം ഇപ്പം ഇല്ല. പിന്നെ കലാമണ്ഡലം ഗോപേട്ടൻ. അപ്പം ഇവരൊക്കെ ആയിട്ട് എപ്പോഴും വീട്ടിൽ വരുന്നതുകൊണ്ട് നമുക്കൊക്കെ അവരെ ഏട്ടന്മാരാണ്. അപ്പം അങ്ങനെ കഥകളിയായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങനെ വളർന്ന് എപ്പോഴും കഥകളി കണ്ട് അത്യാവശ്യം കാണാൻ പഠിച്ചു എന്ന് പറയാം. കഥകളി എന്താന്ന്, കാരണം കഥകളി പോലുള്ള ഒരു കല വളരെ നാട്യശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ചതുർവിധാഭിനയങ്ങളാണ്. വളരെ സങ്കേത പ്രധാനമായൊരു കല. പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവില്ല. അതിനെ ആധികാരികമായിട്ട് അതിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ മാത്രമാണ് കഥകളി പോലുള്ള ഒരു കല. ഇപ്പം ഡാൻസ് നമുക്ക് കാണാൻ വെറുതെ ഒരു ഇഷ്ടം പോലെ കാണാം എന്നെങ്കിലും കഥകളി പോലുള്ളൊരു കല മനസ്സിലാക്കണമെങ്കിൽ അതിന് അത്യാവശ്യം മനസ്സിലാക്കണം. അപ്പം അങ്ങനെ ചെറുതായിട്ടൊക്കെ അത് മനസ്സിലായി തുടങ്ങി. അപ്പോൾ കൂടുതൽ അതിനോട് ഇഷ്ടം തുടങ്ങി. അപ്പോൾ കുട്ടിക്കാലത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഈ കല ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട ഒരു വ്യക്തിയാണ്. ഒരു
കേരളം വിടുന്നത് വരെ കഥകളിയായിട്ട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു സാഹിത്യമൊക്കെ ചിലപ്പോൾ അങ്ങനെ വന്നതായിരിക്കാം. വീട്ടിൽ അച്ഛനൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുട്ടിക്കാലത്ത് തന്നെ വായനയുടെ ഒരു ശീലം, പിന്നെ മാതൃഭൂമി പോലുള്ള ആഴ്ചപ്പതിപ്പുകളൊക്കെ വരുത്തുമായിരുന്നു. അല്ലാതെ മഹാഭാരത ഗദ്യ വിവർത്തനം കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ. അപ്പം അമ്മ നല്ല വായനക്കാരിയായിരുന്നു. അമ്മയ്ക്ക് കഥകളിയൊന്നും വലിയ താല്പര്യം, അമ്മയ്ക്ക് ഇഷ്ടമുള്ള കഥകൾ കാണുന്നല്ലാതെ അധികം താല്പര്യമൊന്നുമില്ല. അപ്പോൾ അമ്മയ്ക്ക് വായിക്കാൻ നിറയെ പുസ്തകങ്ങൾ അച്ഛൻ വരുത്തിയിരുന്നു. അപ്പം അങ്ങനെ ആ വായനയുടെ ഒരു ശീലവും കുട്ടിക്കാലത്ത് തന്നെ തുടങ്ങി. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ അറിയാതെ ഓരോന്നിലേക്ക് എത്തുമെന്ന് പറയില്ലേ, കലയിൽ കൂടെ സാഹിത്യത്തിലേക്കൊക്കെ അങ്ങനെ എത്തിയതായിരിക്കാം. പിന്നെ വളരെ കുട്ടിക്കാലം തന്നെ ഞാൻ പറയാം, 5ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എനിക്ക് കവിതയൊക്കെ മനസ്സിൽ തോന്നിയിരുന്നത്. അപ്പം ഇങ്ങനെ എഴുതി വെക്കും, ഒരു ഡയറിയിൽ കവിത എഴുതും, കഥ എഴുതും, നാടകം എഴുതും. അപ്പം വീട്ടിലെല്ലാവരും വരുമ്പോൾ ഇങ്ങനെ ഏട്ടന്മാരെ ഇത് എടുത്ത് വായിച്ച് ചിരിക്കുകയൊക്കെ ചെയ്യും. അപ്പം അന്ന് കുട്ടിയല്ലേ, അപ്പം അതിനൊരു ഗൗരവമൊന്നുമില്ല, അതങ്ങനെ ഒരു തമാശയിൽ പോവും. പിന്നീട് ഞാനിങ്ങനെ സ്കൂള് കഴിഞ്ഞു, പിന്നെ ഹൈസ്കൂളിലേക്ക് ചെർപ്പളശ്ശേരി സ്കൂളിലാണ് ചേർന്നത്. ഹൈസ്കൂളിൽ അവിടെ 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ PTM ഗവൺമെന്റ് കോളേജിൽ. അപ്പോഴാണ് വീണ്ടും ഞാനിങ്ങനെ കവിതകൾ എഴുതാൻ തുടങ്ങിയത്. ഒരു കുറച്ചും കൂടി ഒരു ഗൗരവത്തിൽ എഴുതി വെക്കാൻ തുടങ്ങി. ചില മാഗസിനിൽ, കോളേജ് മാഗസിനിലൊക്കെ ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ, പക്ഷെ അത് അധികം ആർക്കും അറിയില്ല. അന്ന് എൻ്റെ കൂടെ പഠിച്ചിരുന്നവർക്കും അങ്ങനെ ഞാൻ എഴുതും എന്നതൊന്നും അറിഞ്ഞിരുന്നില്ല, വീട്ടിലറിയാമെന്ന് മാത്രം. അങ്ങനെ PTM ഗവൺമെന്റ് കോളേജിലായിരുന്നു പ്രീ ഡിഗ്രി 2 വർഷം. പിന്നെ ഡിഗ്രി BA മലയാളത്തിനായിരുന്നു പട്ടാമ്പി SNGS കോളേജിൽ. അന്ന് നല്ല ടീച്ചേഴ്സായിരുന്നു ആ കാലത്ത് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പിന്നെ സാറ ജോസഫൊക്കെ 5 വർഷത്തോളം പഠിപ്പിച്ചിട്ടുണ്ട്. ചെറുകാരൻ്റെ മകള് ചിത്ര ടീച്ചർ, പിന്നെ ഉണ്ണികൃഷ്ണൻ സാറ്, അതുപോലെ BV ശശികുമാർ, രാധാകൃഷ്ണ സാറ്, ഉഷ് ടീച്ചർ, അങ്ങനെ കുറേ നല്ല നല്ലൊരു അധ്യാപകരുടെ, ഗംഗാധരൻ സാറ്, P ഗംഗാധരൻ സാറ് നാടകത്തിൻ്റെ ഇപ്പോഴും നാടക സംവിധാനമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെയൊക്കെ ഒരു ഇതിലായിരുന്നു സാഹിത്യം പഠിച്ചത്. അങ്ങനെ BAക്ക് 3 വർഷം അവിടെ പഠിച്ചു. അങ്ങനെ BA ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് അമ്മ മരിക്കുന്നത്. അപ്പം അമ്മ മരിച്ച് ഭയങ്കര ഒരു വല്ലാത്തൊരു ഇതായിരുന്നു. കാരണം ഏട്ടന്മാരും ചേച്ചിമാരൊക്കെ ഒരുപാട് വയസ്സ് മൂത്തത് കൊണ്ട് എനിക്ക് അമ്മയായിട്ട് ഞാൻ കൂടുതൽ അടുപ്പായിരുന്നു. അപ്പം എല്ലാ കാര്യവും അമ്മയോട് തുറന്നു പറയും. അപ്പം അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അമ്മ ഇല്ലാതെയാവുക എന്ന് പറയുമ്പോൾ അമ്മ 58 വയസ്സിൽ മരിച്ചു. അപ്പം അതെനിക്ക് വല്ലാത്തൊരു, എന്താ പറയുക, ഒരുതരം വല്ലാത്തൊരു ഇതായി, വല്ലാതെ എൻ്റെ മനസ്സിനെ അത് തട്ടി എന്ന് പറയാം. അങ്ങനെ ഞാൻ വെറുതെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് BA ഫൈനൽ ഇയർ, അതിൻ്റെ മുന്നേ ഞാൻ പറയട്ടെ അച്ഛൻ്റെ കാര്യം. അച്ഛൻ്റെ വേഷങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വളരെ ചെറുതായതുകൊണ്ട് തന്നെ ആ സമയത്ത് അച്ഛന് വയ്യാതെയാവുകയും എനിക്ക് 5 വയസ്സുള്ളപ്പോൾ അച്ഛൻ അരങ്ങത്ത് നിന്ന് ഇങ്ങനെ കുഴഞ്ഞ് വീണു. ആദ്യം വേഷം കൃഷ്ണൻ നായർ, കലാമണ്ഡലം കൃഷ്ണൻ നായരും അച്ഛനുമായിട്ട് വേഷം ആടുമ്പോഴാണ് അത് സംഭവിച്ചത്. പിന്നീട് നിരവധി ചികിത്സകൾ ചെയ്തെങ്കിലും അവസാനം അച്ഛൻ കടന്നുപോയി. ഒരു 9 വർഷത്തോളം കടന്നുപോയതൊക്കെയാണ് ഞാൻ കണ്ട കാഴ്ചകൾ. എനിക്കറിയില്ല, അതൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു ദുഃഖത്തിൻ്റെ സ്ഥായീഭാവം അങ്ങനെ വന്നുകൂടി എന്ന് തന്നെ പറയാം. പിന്നെ ഞാൻ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്കുള്ള സമയത്താണ് അച്ഛൻ ഞങ്ങളെ വിട്ടുപോകുന്നത്, 81. അങ്ങനെ അച്ഛൻ പോയി. അന്ന് എനിക്ക് 14 വയസ്സാണ്. അതിനുശേഷം 19 വയസ്സായപ്പോൾ അമ്മ മരിച്ചു. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു വല്ലാത്തൊരു ആ ഒരു സിറ്റുവേഷനൊക്കെ മനസ്സിനെ വല്ലാത്തൊരു ഏകാന്തതയിലേക്കോ എന്തിലൊക്കെയൊക്കെ എന്നെ കൊണ്ടുപോയി എന്ന് പറയാം. അപ്പോഴൊക്കെയാണ് ഞാൻ കൂടുതൽ എഴുത്തിലേക്ക് അല്ലെങ്കിൽ വായനയിലേക്കൊക്കെ, അതിന് മനസ്സിനൊരു സമാധാനത്തിന് വേണ്ടി നമ്മൾ ചില ഇടങ്ങൾ തേടുമല്ലോ. അപ്പം എനിക്ക് തോന്നുന്നു അതൊക്കെ ആയിരിക്കാം എൻ്റെ എഴുത്തിൻ്റെ ഒരു തുടക്കം. അങ്ങനെ അത് കഴിഞ്ഞ് BAക്ക് പഠിക്കുമ്പോൾ അമ്മയും മരിക്കുന്നു. അതിനുശേഷം ഞാനിവിടെ 2 മാസം ഇവിടെ ചേച്ചിയുടെ അടുത്ത് ബാംഗ്ലൂർ, അന്നാണ് ഞാൻ ബാംഗ്ലൂർ ആദ്യമായിട്ട് വരുന്നത് 86. ഇവിടെ 2 മാസം വന്ന് നിൽക്കുന്നു. അത് കഴിഞ്ഞ് റിസൾട്ട് അറിഞ്ഞ് വീണ്ടും തിരിച്ചു പോയി MA മലയാളത്തിന് പട്ടാമ്പി കോളേജിൽ ചേർന്നു. 2 വർഷം പഠിച്ചു. അത് കഴിഞ്ഞ് 1 വർഷം അവിടെ ഒരു പ്രൈവറ്റ് കോളേജിൽ ക്ലാസ് എടുത്തു. BAക്കും പ്രീ ഡിഗ്രിക്കും നല്ലൊരു കോളേജായിരുന്നു അത്. അപ്പോൾ അവിടെ ക്ലാസ്സൊക്കെ എടുക്കുന്ന സമയത്താണ് വിവാഹാലോചനയുടെ സമയം. അങ്ങനെയാണ് ബാംഗ്ലൂർ 89 ബാംഗ്ലൂര് വിവാഹം കഴിഞ്ഞ് എത്തുന്നത്. താങ്കളുടെ കുടുംബത്തെ പറ്റിയുള്ള വിവരങ്ങൾ അറിഞ്ഞാൽ കൊള്ളാം. പിന്നെ എൻ്റെ ഈ പ്രവർത്തനത്തിനൊക്കെ പൂർണ്ണമായ പിന്തുണ കുടുംബമാണ്. പ്രധാനമായിട്ട് ബാലേട്ടൻ, പിന്നെ കുട്ടികൾ 2 മക്കളാണുള്ളത്, സൗമ്യ, വിഷ്ണു, 2 മരുമക്കള്, രഞ്ജിത്ത്, സ്നേഹ, 2 കൊച്ചുമക്കള്, പ്രത്യൂഷ്, പ്രണവ്. അപ്പോൾ മോള് നല്ലൊരു ഡാൻസറാണ്, ആമസോണിൽ വർക്ക് ചെയ്യുന്നു. മോൻ വരയ്ക്കും നന്നായിട്ട്, വിഷ്ണു.
അവൻ സോഫ്റ്റ്വെയർ ആണ്, മരുമകളും സോഫ്റ്റ്വെയർ ആണ്, മരുമകൻ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. കൊച്ചുമോൻ പ്രത്യൂഷ് പ്രീ നഴ്സറിയാണ്, ചെറിയ ആൾക്ക് 8 മാസമായിട്ടുള്ളൂ. അപ്പോൾ അവരും ഒക്കെ കൂടിയുള്ളൊരു ജീവിതമാണ്. ഇതിൻ്റെ എഴുത്തും സാഹിത്യവും കവിതയും കുട്ടികളും കുടുംബവും ഒക്കെ ചേർന്നതാണ് എൻ്റെ പ്രവർത്തനം എന്നുള്ളത്. അപ്പോൾ അവരുടെ ഒരു വലിയ പിന്തുണ കൂടിയാണ് ഈ ബാംഗ്ലൂർ പോലുള്ള ഒരു സ്ഥലത്ത് എനിക്ക് പ്രവർത്തിക്കാനും ചെയ്യാനൊക്കെ കഴിഞ്ഞത് എന്ന് പറയാം. കവിത എഴുത്ത് എപ്പോഴാണ് ആരംഭിക്കുന്നത്? കവിതാരംഗത്ത് സജീവമാകുന്നത് എപ്പോൾ മുതലാണ്? ബാംഗ്ലൂര് എത്തിയ ശേഷമാണ് കവിയരങ്ങളിലൊക്കെ സജീവമാകുന്നത്. അതെങ്ങനെയാ വെച്ചാൽ ബാംഗ്ലൂർ എത്തിയിട്ടും ഒരു 10 വർഷത്തോളം ഞാൻ ഒന്നിലേക്കും വന്നിട്ടില്ല. കാരണം നമ്മൾക്ക് അപരിചിതമായൊരു നഗരത്തിലെത്തുകയാണ്, ആ നഗരവുമായി നമ്മൾ പൊരുത്തപ്പെടണം. പിന്നെ ഭാഷയുടെ പ്രശ്നം, ഇവിടുത്തെ കന്നഡയൊന്നും വന്ന് അറിയില്ലല്ലോ, അങ്ങനെ നാട്ടിൽ നിന്ന് പെട്ടെന്ന് വരികയല്ലേ. പിന്നെ കുട്ടികളിലേക്ക് ഒരു തിരക്കുകൾ, അതൊക്കെ കഴിഞ്ഞ് അവരൊക്കെ സ്കൂളിൽ പോകാൻ തുടങ്ങിയ ശേഷം വീണ്ടും എൻ്റെ ഏകാന്തത എന്നെ പിടികൂടി. അപ്പം ആ സമയത്താണ് ഞാനിങ്ങനെ എന്ത് ചെയ്യണം. അപ്പം ഇവിടെ ഞാൻ അന്ന് BEd ചെയ്യാൻ വേണ്ടി വന്നതാ സത്യത്തിൽ. അപ്പോഴാണ് വിവാഹാലോചനയായിട്ട് കല്യാണം കഴിഞ്ഞത്. അപ്പം BEd പിന്നെ അതോടൊരു സ്റ്റോപ്പായി. പിന്നെ അപ്പം ശരി, വിവാഹമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കുട്ടികളായി, ആ തിരക്കായി. അത് കഴിഞ്ഞിട്ട് BEdന് നോക്കാനുള്ളൊരു മനസ്സ് എനിക്ക് ഉണ്ടായില്ല. കുട്ടികളൊക്കെ ഉള്ള ആ ജീവിതത്തിൽ അങ്ങനെ നമ്മൾ ഒഴുകിപ്പോയി. പിന്നെ പല ജോലിക്കൊക്കെ നോക്കി, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പലതും കുറേ വർഷങ്ങൾക്ക് ശേഷം നോക്കി. പിന്നെ ആദ്യം തന്നെ തുടങ്ങാത്തത് കൊണ്ടും വീട്ടിലിരുന്ന് ശീലിച്ചു പോയതുകൊണ്ടൊരു മടി അതും ഉണ്ടായിരുന്നു. അപ്പം അതിനൊന്നും കൂടുതൽ ശ്രമിച്ചില്ല എന്ന് പറയാം. പിന്നെ ഞാനപ്പോൾ വിചാരിച്ചു, എൻ്റെ കയ്യിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ടായിരുന്നു. പുസ്തകം വെച്ചാൽ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ റിട്ടയർഡ് RTO N രാമചന്ദ്രൻ നായർ, അദ്ദേഹം നല്ലൊരു വായനക്കാരനാണ്. ഞാൻ തിരുവനന്തപുരത്ത് റിട്ടയർ ചെയ്ത, പക്ഷെ ഒഴിവ് സമയത്തൊക്കെ ഞങ്ങളുടെ അടുത്ത് വരികയായിരുന്നു ബാംഗ്ലൂർ. അവരുടെ മക്കള്, മറ്റേ പെൺമക്കളൊക്കെ ഇവിടെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ എല്ലാവരെയും കാണാനായിട്ട് വരും. എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് കുറേ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് തരും. ഇവിടെ ഇരിക്കുമ്പോൾ മാതൃഭൂമി പോലുള്ള എനിക്ക് വേണ്ട എല്ലാ ആഴ്ചപ്പതിപ്പുകളും അച്ഛനാണ് മേടിച്ചു തന്നിരുന്നത്. അച്ഛനെ അറിയാം എനിക്ക് ഏത് പുസ്തകം വേണം എന്നുള്ളത്. അപ്പോൾ ആ വായന വീണ്ടും തുടങ്ങാൻ ഒരു കാരണം അച്ഛൻ കൂടിയാണ്, ബലയുടെ അച്ഛനാണ്. അങ്ങനെ ഈ വായന മനസ്സിലാക്കിയ അച്ഛൻ്റെ ഒരു 3000 പുസ്തകത്തിൻ്റെ ഒരു കളക്ഷൻ തിരുവനന്തപുരത്ത് സ്വന്തമായിട്ട് ലൈബ്രറി വീട്ടിലുണ്ടായിരുന്നു. അതിന്ന് പകുതി മുക്കാലും പുസ്തകം എനിക്ക് തന്നു. ആ പുസ്തകം ഇങ്ങനെ വെറുതെ വീട്ടിൽ വെക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞാൻ അന്ന് താമസിക്കുന്നത് ജാലഹള്ളിയാണ്. ജാലഹള്ളി പറഞ്ഞാൽ മിനി കേരള പോലെ മലയാളികളാണ് ചുറ്റും. അപ്പം ഞാൻ എന്താ വിചാരിച്ച, മലയാളികളിലോടത്ത് പുസ്തകം വായിക്കുന്നായിരുന്നു ആ സമയത്ത് ധാരണ. അപ്പം അങ്ങനെ അവിടെ നമ്മൾ ഒരു വാടകയ്ക്ക് ഒരു സ്ഥലമൊക്കെ എടുത്തിട്ട് 93-ല്, അന്ന് മോൻ ചെറിയ കുട്ടിയാണ്, മോൾക്ക് 3 വയസ്സും. അപ്പം അങ്ങനെ ഞാൻ ഒരു ഈവനിങ് മാത്രം തുറന്നുകൊണ്ടൊരു വായനശാല തുടങ്ങി. പുസ്തകം പിന്നെ കുറച്ച് ഇംഗ്ലീഷ് പുസ്തകമൊക്കെ മേടിച്ചു, അല്ലാതെ മലയാളം ബുക്സൊക്കെ വെച്ചിട്ട് തുടങ്ങിയപ്പോൾ ഒരു ദിവസം ഒരാളിങ്ങനെ വന്നു പുസ്തകം എടുക്കാൻ. അപ്പം അത് പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന അല്ലത്തൂർ ഉണ്ണികൃഷ്ണൻ അദ്ദേഹമായിരുന്നു. അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ എന്നെ പരിചയപ്പെട്ടു. എവിടെയാണ് നാട്, എന്താണ് ഇവിടെ, അന്ന് സ്ത്രീകളൊന്നും അങ്ങനെ ഇവിടെ ലൈബ്രറി ഒന്നും നടത്തുന്നില്ല. അപ്പം എന്താണ് ഇങ്ങനെ ലൈബ്രറി നടത്താൻ കാരണം, ആരാണത് പറഞ്ഞ, ഇങ്ങനെ കുറേ ചോദ്യങ്ങളൊക്കെ ആയിട്ട് പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം എയർഫോഴ്സിലായിരുന്നല്ലോ. പിന്നെ ഇവിടുത്തെ ജലലി ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഫസ്റ്റിലുള്ള ആൾക്കാരിൽ ഒരാളാണ്. പിന്നെ നന്നായിട്ട് അന്നത്തെ മാതൃഭൂമി ലേഖനായിരുന്നു അദ്ദേഹം. അന്ന് മാതൃഭൂമി ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടുത്തെ വാർത്തകളൊക്കെ നാട്ടിലേക്ക് മാതൃഭൂമിക്ക് അയച്ചു കൊടുത്തിരുന്ന ലേഖകൻ കൂടിയാണ്, എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നു. അങ്ങനെ ഉണ്ണേട്ടൻ പരിചയപ്പെട്ടപ്പോൾ ഒറ്റപ്പാലം ഞങ്ങളുടെ അടുത്താണ്. പിന്നെ അച്ഛൻ്റെ പേര് പറഞ്ഞാൽ എൻ്റെ പേര് പറയണ്ട, എല്ലാവർക്കും ഇപ്പം അച്ഛൻ്റെ പേര് പറഞ്ഞാൽ അത് അറിയുകയും ചെയ്യാം. അപ്പം അങ്ങനെ പരിചയപ്പെട്ട് എന്നോട് പറഞ്ഞു, ഇന്നലെ എഴുതുമോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അത്യാവശ്യം ഞാൻ കുറേശ്ശൊക്കെ എഴുതും. അപ്പം എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ പോകാറുണ്ടോ പരിപാടിക്ക്? ഇല്ല, എനിക്ക് അങ്ങനെ ആരെയും പരിചയമില്ല, അങ്ങനെ സംഘടനകളായിട്ടൊന്നും ബന്ധമില്ല, അറിയൂല പറഞ്ഞു. അപ്പം ഞാൻ പരിചയപ്പെടുത്താം, ഇവിടെ റൈറ്റേഴ്സ് ഫോറം എന്നുള്ളൊരു സംഘടന ഉണ്ട് പറഞ്ഞു. വന്നേരി അങ്കിളൊക്കെ ആയിരുന്നു അന്ന് അതിൻ്റെ, കൊമ്പൻ ആൻ്റണി അങ്കിളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്നിട്ട് ഒരു ദിവസം അദ്ദേഹം എന്നെ വിളിച്ചു, ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ആദ്യമായിട്ട് ഞാൻ റൈറ്റേഴ്സ് ഫോറം ഇതിൽ വന്ന് ആ ഒരു നമ്മുടെ ഗ്രൂപ്പിൽ വന്നത്. എന്നിട്ട് ആ പരിപാടിക്ക് വന്നു, എല്ലാവരെയും പരിചയപ്പെട്ടു. പിന്നീട് ആ സമയത്ത് തന്നെ അവിടുന്ന് രവീന്ദ്രേട്ടനെ പരിചയമായി, കവിത ചേച്ചിയുടെ. അങ്ങനെ അപ്പം അവർ പറഞ്ഞു ഇങ്ങനെ കഥാരംഗം ഉണ്ട്. അപ്പം അങ്ങനെ കഥാരംഗത്തിലും പോയി, അവിടെ പരിപാടികൾക്കും പോയിരുന്നു. അങ്ങനെ ഇപ്പം ഇത്ര ദൂരം ഇവിടുന്ന് ഇങ്ങനെ പോയിരുന്നു. ഞായറാഴ്ചകളാണെങ്കിലും നമ്മുടെ തിരക്കുള്ള ദിവസങ്ങളിൽ അങ്ങനെ ഞാനിങ്ങനെ പരിപാടിക്ക് പോയി തുടങ്ങി. അങ്ങനെയാണ് ഈ കവിയരങ്ങുകളിലേക്കും സാഹിത്യ പരിപാടികളിലേക്കൊക്കെ ബാംഗ്ലൂർ ഞാൻ എത്തി തുടങ്ങിയത്.
അങ്ങനെ എത്തിത്തുടങ്ങിയപ്പോ ഇത്ര ദൂരം പോണെങ്കിൽ ആള് വേണം കൊണ്ടുപോകാൻ. അപ്പൊ എല്ലാ ഞായറാഴ്ചയും ഇപ്പോ കൊണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. ആദ്യമായി പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഏതാണ്? തുടർന്നുള്ള എഴുത്ത് പുസ്തകങ്ങൾ മുതലായവയെ പറ്റി അറിഞ്ഞാൽ കൊള്ളാം. അപ്പൊ ബാംഗ്ലൂരിൽ എത്തിയ ശേഷമാണ് എഴുത്തും ഗൗരവമായത്, സാംസ്കാരിക വേദികളിലൊക്കെ സജീവമാകുന്നത്. അതോടൊപ്പം എഴുത്തും തുടർന്നു എന്ന് പറയാം. പണ്ട് എഴുതി വെച്ചിരുന്നതൊക്കെ എടുത്ത് കൂടുതൽ അതൊന്നും കൂടി വായിച്ച് ഒന്നും കൂടി തിരുത്തലോടുകൂടി എഴുതി തുടങ്ങി. അങ്ങനെയാണ് ഇവിടെ ബാംഗ്ലൂർ എത്തുന്നതിന് മുന്നേ തന്നെ ഞാൻ കവിതയ്ക്ക് പുറമെ ഇപ്പൊ വീണ്ടും കഥകളിയുടെ ഒരു കെട്ടായതുകൊണ്ട് അവിടെ ഈ സംഗീതവും സാഹിത്യവും നൃത്തവും ഒക്കെ എല്ലാവരും ഉണ്ട്. എൻ്റെ വീട്ടിലും എൻ്റെ സഹോദരിമാർക്കും എല്ലാവർക്കും ഇതിനോട് താല്പര്യമാണ്. ഒരേട്ടൻ എഴുത്തുകാരനാണ്, ചെറിയേട്ടൻ പി വി ശ്രീവത്സൻ നോവലിസ്റ്റാണ്. പിന്നെ അച്ഛനെ കുറിച്ചുള്ള ജീവചരിത്ര അദ്ദേഹത്തിൻ്റെ. പിന്നെ വേറൊരു ഏട്ടൻ കഴിഞ്ഞ വർഷം അച്ഛനെ കുറിച്ചുള്ള ഒരു വലിയ പുസ്തകം പി വി ശ്യാമളൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഇതിനോട് താല്പര്യമാണ്. അതിന് ഒരു ചേച്ചി കേരള കലാമണ്ഡലത്തിലെ പഠനം കഴിഞ്ഞിട്ട് കൽക്കട്ടയിലായിരുന്നു, നൃത്താധ്യാപികയായിരുന്നു. ഇപ്പൊ ബാംഗ്ലൂരാണ്. 10-20 വർഷമായിട്ട് ബാംഗ്ലൂരിലും ഇവിടെ ഞങ്ങൾ ധാരാളം വേദികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവിടെ എൻ്റെ മോളും നൃത്തം ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു നൃത്തത്തിന്റെ. ഇപ്പൊ അതില്ല. ആദ്യം കുറെ കാലം അതും ചെയ്തിട്ടുണ്ടായിരുന്നു. അവള് കോളേജിൽ പഠിക്കുമ്പോൾ ഇപ്പൊ കവിത എഴുതാൻ അത്ര ചെയ്തിരുന്നില്ലെങ്കിലും കവിത ചൊല്ലിയായിരുന്നു. മറ്റുള്ളവരുടെ സുധമാ ടീച്ചറുടെ കവിതകൾ അത് ആദ്യമായിട്ട് സാറ ടീച്ചർ ചൊല്ലി കേട്ടിട്ടാണ് ഞാൻ അതേപോലെ ഇനി മനസ്സിൽ കവിതയില്ല. അത് അന്ന് എനിക്ക് പേടിയാണ്. സ്റ്റേജിൽ മുന്നിൽ കർട്ടനില്ലാതെ പിന്നാലെ ഞാൻ പോയി പാടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കേട്ടിട്ടാണ് പലരും തിരിച്ചറിഞ്ഞ് നന്നായി ചൊല്ലുകൾ എന്തുകൊണ്ടാണ് മുന്നിൽ വന്ന് ചൊല്ലാത്ത. അപ്പൊ അന്നൊക്കെ ഒരു സങ്കോചമാണ്. അങ്ങനെ കൂടുതൽ ഒരു ബഹളങ്ങളിലേക്കൊന്നും വരാത്തൊരു പ്രകൃതമായിരുന്നു. അങ്ങനെ കവിത ചൊല്ലിയായിരുന്നു, പാട്ടുപാടുമായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ. അതിനുശേഷം ഇവിടെ വന്ന് ഈ എഴുത്തിൽ സജീവമായപ്പോൾ കൂടുതൽ സാംസ്കാരിക പ്രവർത്തനത്തിലേക്കൊക്കെ ഞാൻ മെല്ലെ മെല്ലെ ഇറങ്ങി എന്ന് പറയാം. അപ്പൊ അതിന് പ്രധാന കാരണം അന്ന് ഇവിടുന്ന് അത്രയും ദൂരം ജലഹള്ളിന്ന് അൽസൂര് അല്ലെങ്കിൽ ഇന്ദിരാനഗറൊക്കെ വരിക പറഞ്ഞാൽ ഇന്നിപ്പോ മെട്രോ ഉണ്ട്, യാത്രാ സൗകര്യം ഉണ്ട്. പക്ഷെ അന്ന് ബസ്സിൽ തന്നെ നമ്മൾ വരണം. ഒറ്റയ്ക്ക് വരാനുള്ള ഒരു ധൈര്യക്കേടൊക്കെ ആ കാലത്ത് ഉണ്ടായിരുന്നു. ഇന്നിപ്പോ എല്ലായിടത്തും പോവാം. പക്ഷെ അന്ന് അങ്ങനെ അത് കാരണം എനിക്ക് തോന്നി ജലഹള്ളി പോലുള്ള ഒരിടത്തിൽ എന്തുകൊണ്ടൊരു സംഘടന തുടങ്ങിക്കൂടാ സാഹിത്യത്തിനോട് താല്പര്യമുള്ളവർക്ക് എന്ന് തോന്നി. അന്ന് എനിക്ക് അധികം ആരെയും അറിയില്ല സാംസ്കാരിക രംഗത്ത്. സുദേവൻ പുത്തഞ്ചിറയെ മാത്രമേ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കേരള സമാജത്തിന്റെ ഒരു കവിയരങ്ങിൽ പോയപ്പോഴാണ് ഞാൻ പരിചയപ്പെട്ടത്. അങ്ങനെ പരിചയപ്പെട്ടപ്പോൾ അങ്ങനെ സുദേവനായിട്ട് ഞാൻ സംസാരിച്ചു, ജാലഹള്ളി നമുക്ക് എന്തെങ്കിലും ഒന്ന് തുടങ്ങിയാലോ. അപ്പൊ സുദേവൻ പറഞ്ഞു നല്ല കാര്യം, അതിന് സഹകരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ സുദേവനാണ് ആ പേര് നൽകിയത്, സർഗധാര. അങ്ങനെയാണ് സർഗധാരയുടെ ഒരു തുടക്കം 2005 അത് വീട്ടിലാണ് മീറ്റിംഗ് ഒക്കെ എല്ലാവരെയും വിളിച്ച്. അന്ന് എല്ലാവരും അറിയുന്നവരൊക്കെ സാംസ്കാരിക രംഗത്തുള്ളവരൊക്കെ വന്നിട്ടാണ് അങ്ങനെ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. അതിൽ കുറച്ചു കാലമൊക്കെ ഞാൻ പ്രവർത്തിച്ചു. പിന്നീട് ഞാൻ അതിന് മാറിയിരുന്നു. കാരണം സംഘടനാ പ്രവർത്തനം എഴുത്തും കൂടി ഒരുമിച്ച് പോവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആത്യന്തികമായിട്ട് എൻ്റെ സ്വത്ത് എന്നുള്ളത് എഴുതുക എന്നുള്ളതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് മെല്ലെ മെല്ലെ മാറി എന്ന് പറയാം. അതിനുശേഷം ഇപ്പൊ ബാംഗ്ലൂരിനെ സംബന്ധിച്ച് പല സാംസ്കാരിക സംഘടനകൾ ധാരാളം ഉണ്ടല്ലോ. കൈരളി കലാസമിതി, പിന്നെ വേറെ ഒരുപാട് സംഘടനകൾ ഇപ്പൊ ഉണ്ട്. പേരെല്ലാം പറയുന്നില്ല. അപ്പൊ അതിലൊക്കെ പലതിലും പങ്കെടുത്തിട്ടുണ്ട് അന്നൊക്കെ. അങ്ങനെ സജീവമായി. പിന്നീട് നമ്മൾ 2009 ഇങ്ങനെ ഒരു ധ്വനി സ്ത്രീകൾക്ക് വേണ്ടി, അതങ്ങനെ സാഹിത്യ പ്രവർത്തനം എന്നല്ല, ഒരു വെൽഫെയർ അസോസിയേഷനായിട്ട്, അത് സ്ത്രീകളെ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതിലങ്ങനെ സാഹിത്യ തൽപരരായിട്ടുള്ളവരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കൊക്കെ സാഹിത്യ പരിപാടികൾ നമ്മൾ ചെയ്യാറുണ്ട്. അല്ലാതെ സ്ത്രീകൾക്കായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തിയിരുന്നു 6 മാസം കൂടുമ്പോൾ. അതിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ അധികരിച്ച് അതിൽ സംസാരിക്കാൻ കഴിവുള്ളവരെ കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും വിളിച്ച് കൊണ്ടുവന്ന് നടത്തിയിട്ടുണ്ട് നിരവധി ബോധവൽക്കരണ ക്ലാസ്സുകൾ. പിന്നെ സ്ത്രീകളും അതിൽ ജാലഹള്ളിയാണ് അതിനൊക്കെ കേന്ദ്രമാക്കിയത്. പക്ഷെ പിന്നീട് അത് ഞാൻ ഷെട്ടിഹള്ളി എന്നുള്ള സ്ഥലത്തേക്ക് മാറിയപ്പോൾ അവിടെ ചെറിയൊരു ശാഖ തുടങ്ങി. പിന്നീട് യലഹങ്കയിലും ഉണ്ടായിരുന്നു ധ്വനിയുടെ.
പിന്നെ അവരൊക്കെ ജോലിക്ക് പോണവരാ പലരും. അപ്പൊ അതുകൊണ്ട് അവർക്ക് അത് നിലനിർത്താൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് കുറെ പേരൊക്കെ ജാലകളിലേക്ക് തന്നെ വന്നു. അപ്പൊ ഇപ്പൊ ഒറ്റ ശാഖയായിട്ട് ജാലഹള്ളിയിൽ അതിപ്പോ ഏകദേശം 15-16 വർഷമായി ഞങ്ങൾ ഇപ്പോഴും അത് നടന്നു പോകണം. അതിന് പ്രത്യേകിച്ച് ഓഫീസില്ല. ഞങ്ങൾ ഓരോ അംഗങ്ങളുടെ വീട്ടിൽ പ്രതിമാസം വെക്കും. അന്ന് ഞങ്ങളൊരു വിഷയം വെക്കും, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള വിഷയങ്ങൾ. അപ്പൊ അതിൽ സംസാരിക്കാത്തവരെയും സംസാരിപ്പിക്കുക എന്നൊരു ഉദ്ദേശമാണ് അതിലുള്ളത്. അപ്പൊ അങ്ങനെ ഇപ്പൊ 16 വർഷത്തോളായിട്ട് നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഒരു വർഷത്തിൽ ഞങ്ങൾ അങ്ങനെ അത് പബ്ലിസിറ്റി ഒന്നും കൊടുക്കാറില്ല. ഒരു ചെറിയ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ധനസഹായം അത് അർഹിക്കുന്നവർക്ക് നൽകാറുണ്ട്. അതിൻ്റെയൊക്കെ പ്രവർത്തനം ഇപ്പോഴും ഉണ്ട്. അല്ലാതെ മറ്റ് സംഘടനാ പ്രവർത്തനം കൂടുതലില്ല എന്ന് പറയാം. പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ ക്രിയേറ്റീവ് വുമൺ ഫോറത്തിന്റെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ഇപ്പോൾ ചെറുതായിട്ട് വർക്ക് ചെയ്യുന്നു. അത് വർഷത്തിലൊരിക്കലാണ് പ്രധാനമായിട്ടുള്ള പരിപാടി. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ബാക്കി സമയം ഞാൻ എൻ്റെ എഴുത്തും കുടുംബമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പിന്നെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ കവിതയ്ക്കും അല്ലെങ്കിൽ എഴുത്തിനും പുറമെ നൃത്തം പഠിക്കുകയായിരുന്നു. അത് ഒരു പുതിയ കാര്യമൊന്നുമല്ല. നമ്മൾ എല്ലാവരും അങ്ങനെയൊക്കെ കുട്ടിക്കാലത്ത് പഠിക്കൂല. അപ്പൊ സ്കൂളിലൊക്കെ എല്ലാറ്റിനും ചേരുന്നുള്ളതാണ്. ഏത് സ്പോർട്സ് ആയിക്കോട്ടെ കലാരംഗത്തായിക്കോട്ടെ എല്ലാറ്റിലും പങ്കെടുക്കുമായിരുന്നു. അതിൽ സമ്മാനമൊന്നും പ്രശ്നമില്ല. പക്ഷെ എനിക്കൊരു ഇന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യം, 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ മലപ്പുറം ജില്ല അവിടെ മുസ്ലിം കുട്ടികളാണല്ലോ കൂടുതൽ. അപ്പൊ ഞങ്ങളുടെ അവിടുന്ന് യൂത്ത് ഫെസ്റ്റിവലിന് സ്റ്റേറ്റ് ലെവലില് അറബി പദ്യം മത്സരത്തിന് കൊണ്ടുപോയിരുന്നു. അപ്പൊ എന്നെ ഞങ്ങളുടെ വാഴയങ്കട സ്കൂളിലെ ഹംസ മാഷ് ഒരു അറബി പദ്യം ഒരു ചലച്ചിത്ര ഗാനത്തിന്റെ രീതിയോടുകൂടി, അത് പഠിക്കാൻ എളുപ്പമായിട്ടാണ് ആ രീതി തന്നത്, അങ്ങനെ ചൊല്ലി പഠിച്ച് ഞാൻ സ്റ്റേറ്റ് ലെവലിൽ എനിക്ക് ഫസ്റ്റ് കിട്ടി. അപ്പൊ ആദ്യമായിട്ട് മനോരമയിലൊക്കെ ഫോട്ടോ ഒക്കെ വന്നു 5ാം ക്ലാസ്സില്. അപ്പൊ ഈ 5ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ എൻ്റെ എഴുത്തിന്, എൻ്റെ ഒരു ഈ സാംസ്കാരികമായ, ഇപ്പൊ നമ്മൾ വളർന്നിട്ടുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ, സാംസ്കാരികതയുടെ ഒരു തുടക്കം എന്നുള്ളത് 5ാം ക്ലാസ്സിലാണ്. എഴുത്തായിക്കോട്ടെ പരിപാടികളായിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അപ്പൊ അത് മലപ്പുറം ജില്ലയിൽ സ്റ്റേറ്റ് ലെവലിൽ എനിക്ക് മുസ്ലിം കുട്ടികളുടെ ഇടയിൽ നിന്ന് എനിക്ക് ഫസ്റ്റ് കിട്ടി എന്നുള്ളത് ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഹൈസ്കൂളിലൊന്നും അത്ര ചെയ്തിരുന്നില്ല. പിന്നെ കോളേജിൽ എത്തി MA-ക്കൊക്കെ പഠിക്കുമ്പോഴാണ് കുറച്ച് വീണ്ടും നൃത്തത്തിലേക്കൊക്കെ വന്ന്. അതിന് മുന്നേ കവിതകൾ ചൊല്ലിയായിരുന്നു. കോളേജിൽ പരിപാടികൾക്കോ ക്ലാസ്സിലൊക്കെ ഞങ്ങളിരുന്ന് ഇങ്ങനെ ഫ്രീ ടൈമിൽ ഈ കലാപരമായിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാവുമല്ലോ. അപ്പൊ കവിത ചൊല്ലുന്നവരുണ്ട്, പാട്ട് പാടുന്നവരുണ്ട്, മൃദംഗം വായിക്കുന്നവരുണ്ട്, തബല വായിക്കുന്നവർ. അവർ ഈ ഡെസ്കൊക്കെ തബലയൊക്കെ ആക്കി ഉപയോഗിച്ച് അങ്ങനെ. അപ്പൊ അതിലൊരാളാണ് സുധാകരൻ മൂർത്തിയുടെ. സുധാകരൻ ഇപ്പൊ ഹെഡ് മാഷായിട്ട് റിട്ടയർ ചെയ്തു. കവിയാണ് സുധാകരൻ മൂർത്തിയുടെ. അപ്പൊ സുധാകരനൊക്കെ ഞങ്ങളുടെ ആ ഒരു BA ഒപ്പം പഠിച്ചവരാണ്, സഹപാഠിയുള്ള ഒരാളാണ്. അങ്ങനെ നല്ലൊരു എന്താ പറയാ ഒരു കൂട്ടം ഉണ്ടായിരുന്നു അന്നത്തെ ഫ്രണ്ട്സായിട്ടും. അവർക്കൊക്കെ ഇതിലൊക്കെ താല്പര്യമുള്ള ധാരാളം പേരുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അന്ന് കവിത ചൊല്ലിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് മോഹിനിയാട്ടമാണ് എനിക്ക് കൂടുതൽ. ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്, പക്ഷെ ആധികാരികമായിട്ട് ഞാൻ പോയിട്ടില്ല. വീട്ടിൽ നിന്ന് പോയി പഠിക്കുക കുറച്ചു കാലം, അല്ലാതെ നമ്മളൊരു കലാമണ്ഡലം പോലുള്ള സ്ഥാപനത്തിൽ ചേർന്ന് പഠിച്ചു. പക്ഷെ എനിക്ക് ഭയങ്കര മോഹമായിരുന്നു കലാമണ്ഡലത്തിൽ ചേർന്ന് പഠിക്കണമെന്ന്. പക്ഷെ ചേച്ചി, എൻ്റെ നേരം ഇതുള്ള ചേച്ചി, കലാമണ്ഡലം ഗിരി ചേച്ചി, അവിടെ ചേർന്ന് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ എല്ലാവരും അതല്ല കോളേജിൽ പഠിക്കട്ടെ എന്നുള്ള അഭിപ്രായത്തിൽ ഞാനങ്ങനെ കലാലയ ജീവിതത്തിലേക്ക് വന്നു. അങ്ങനെയാണ് പിന്നീട് ബാംഗ്ലൂർ എത്തി സാഹിത്യ പ്രവർത്തനം കുറച്ച് ശക്തമായി. പിന്നെ നമുക്കറിയാലോ നമ്മൾ എന്താണ് എന്നുള്ളത്, നമ്മുടെ ഒരു സ്വത്വം എന്താണെന്ന്. നമുക്കത് നടക്കാതിരിക്കുമ്പോൾ നമ്മൾ വളരെയധികം സംഘർഷം അനുഭവിക്കും. അപ്പൊ എനിക്ക് തോന്നി എഴുത്ത് തന്നെയാണ് എൻ്റെ മാധ്യമം. അത് കവിത മാത്രമല്ല, കവിതയാണ് കൂടുതൽ, കവിത തന്നെയാണ് എൻ്റെ സ്വത്വം. പക്ഷെ അതോടൊപ്പം എനിക്ക് വായിച്ചിഷ്ടപ്പെട്ട കവിതകളുടെ കഥകളുടെ ആസ്വാദനങ്ങൾ ലേഖനങ്ങളായിട്ട് ഞാൻ എഴുതാറുണ്ട്. പിന്നെ അച്ഛനെ കുറിച്ചൊരു ജീവചരിത്രം എഴുതി. അതൊരിക്കലും എഴുതുന്ന കരുതിയതല്ല. അതിങ്ങനെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് ആദ്യമായിട്ട് ഇങ്ങനെ അച്ഛനെ കുറിച്ച് അവര് പ്രശസ്തരുടെ ഒരു വോളി ഇറക്കുന്നുണ്ട്, 100 പേജ് വെറും അക്കാഡമിക് ആയിട്ട് വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞപ്പോഴും എനിക്ക് അച്ഛനെ കുറിച്ച് അങ്ങനെ കഥകളി വേഷത്തിൽ വായിച്ചിട്ടും കേട്ടറിവ് ഉണ്ടെന്നല്ലാതെ എനിക്ക് പൂർണ്ണമായിട്ട് അച്ഛനെ കുറിച്ച് എഴുതാനുള്ള അറിവ് ഉണ്ടെന്ന് എനിക്ക് തന്നെ അത് ബോധ്യമില്ല. അപ്പോൾ അങ്ങനെ അത് ഞാൻ ഒരു വെല്ലുവിളി പോലെ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഏട്ടൻ എഴുത്തുകാരനാണ്, ഏട്ടൻ എഴുതിയിട്ടുണ്ട് ഓൾറെഡി കലാമണ്ഡലത്തിന് വേണ്ടിയിട്ട് മനോലപ്പാടുകൾ, അദ്ദേഹത്തെയൊക്കെ സമീപിച്ചാൽ മതി പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞല്ല, ഇന്നലെ എഴുതൂ, കണ്ടിട്ടില്ലെങ്കിലും കേട്ടറിവൊക്കെ വെച്ച് എഴുതൂ പറഞ്ഞു. ഞാൻ അങ്ങനെ ചെറിയൊരു പുസ്തകം അവർക്ക് വേണ്ടി തയ്യാറാക്കി.
പക്ഷെ അതിലങ്ങനെ എൻ്റെ ഒന്നും കാര്യമായില്ല. ഏട്ടനൊക്കെ എഴുതിയത് നോക്കിയിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ എഴുതിയെന്നല്ലാതെ എൻ്റെ എഴുത്തായിട്ട് ഒരിക്കലും വരുന്നില്ല. പിന്നീട് എനിക്ക് തോന്നി ഞാൻ മനസ്സിലാക്കിയ അല്ലെങ്കിൽ കേട്ടറിഞ്ഞ അല്ലെങ്കിൽ പഠിച്ചറിഞ്ഞ അച്ഛനെ കുറിച്ച് എൻ്റെ മനോധർമ്മത്തിൽ ഒന്ന് എഴുതിക്കൂടെ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ കച്ചമണി കിലുക്കം എന്നുള്ളൊരു പുസ്തകം അച്ഛനെ കുറിച്ച് എഴുതി. അതും പൂർണ്ണമാണ് എന്നൊന്നും പറയാൻ പറ്റില്ല ജീവിതം, പക്ഷെ കുറേയൊക്കെ എൻ്റെ ഒരു സ്വതന്ത്രമായ ഒരു സ്വാതന്ത്ര്യം ഞാൻ അതിലെടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അച്ഛനെ കുറിച്ചൊരു പുസ്തകം എഴുതി. പിന്നീട് ഞാനിങ്ങനെ ജീവചരിത്രം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ടി.പി. ഭാസ്കര പൊതുവാൾ മലയാള ഭാഷാ പാഠശാല, അദ്ദേഹമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. പരിപാടികളൊക്കെ ധാരാളം കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ, മകൻ്റെ അടുത്ത് വന്നപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ അവിചാരിതമായിട്ട് ഇങ്ങനെ സംസാരത്തിൽ വന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ എഴുതട്ടെ? മാഷായിട്ട് പറഞ്ഞിട്ടില്ല, എഴുതൂ ഇന്ദിര, എനിക്ക് സന്തോഷമേ ഉള്ളൂ പറഞ്ഞു. അപ്പം എന്നെ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട്. എന്നെ പഠിപ്പിച്ചിട്ടില്ല, എന്നെ പഠിപ്പിച്ച അധ്യാപകരെ കുറിച്ചൊന്നും ഞാൻ എഴുതിയിട്ടില്ല. പക്ഷെ മാഷയെ കുറിച്ച്, മാഷയുടെ വിവരങ്ങളൊക്കെ കേട്ടിട്ട് ഒരു ജീവിതാക്ഷരങ്ങൾ അക്ഷരസൂര്യൻ എന്ന പേരിലും അങ്ങനെ ഒരു ഇതിലേക്ക് ഞാൻ കടന്നു. അതും കൂടി എഴുതി. പക്ഷെ അത് നല്ല രീതിയിൽ പോയി ആ പുസ്തകം അക്ഷരസൂര്യൻ. അവരുടെ നാട്ടിലും പുറത്തും ഒക്കെ നല്ല രീതിയിൽ മാഷക്ക് കോണ്ടാക്റ്റ് ഉള്ളിടത്തൊക്കെ ആ പുസ്തകം നല്ല രീതിയിൽ പോയി. അങ്ങനെ 2 ജീവചരിത്രങ്ങൾ എഴുതി. പിന്നീട് ഇങ്ങനെ ലേഖനങ്ങൾ, അപ്പോൾ ഈ കവിത മനസ്സിൽ തോന്നുന്ന പോലെ തന്നെ ചില കവിത വായിച്ചാൽ ആ കവിതയിൽ കൂടെ എൻ്റെ ചിന്തകളെയും കൂടി പകർത്തണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതിനെ കൂടി ബന്ധിപ്പിച്ച് അല്ലെങ്കിൽ പുതിയ കാലത്തിനോട് കണക്ട് ചെയ്തുകൊണ്ട് എഴുതണം എന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ അങ്ങനെ ലേഖനങ്ങൾ എഴുതാറുണ്ട്. നിലവിലുള്ള എഴുത്ത്, പുതിയ പുസ്തകത്തിൻ്റെ പണിപ്പുര തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ആദ്യമായി ചെയ്തത് കൃഷ്ണപക്ഷം എന്നുള്ളൊരു കവിതാ സമാഹാരമാണ്, ഒരു 18 കവിതകൾ. അത് ഇവിടെ കഥാരംഗം പ്രസാധകരാണ് പബ്ലിഷ് ചെയ്തത്. ആ ഒരു പുസ്തകം ഇപ്പം എനിക്ക് നോക്കുമ്പോൾ അതിലെ കവിതകളൊക്കെ ആ ഒരു പ്രായത്തിൽ എഴുതിയത് കൊണ്ട് അത് എത്രത്തോളം ഗൗരവമുണ്ടെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ പിന്നീട് എനിക്ക് തോന്നാറുണ്ട് ഇത്തിരി കൂടെ ഒക്കെ നന്നാക്കി എഴുതണം നമുക്ക് എപ്പോഴും തോന്നുമല്ലോ. അപ്പം അങ്ങനെ അത് പ്രസിദ്ധീകരിച്ചുകൊണ്ടായിരിക്കും ബാക്കി എഴുത്ത് വന്നത്. അതിനുശേഷം ഒരു 9 കഥകൾ അടങ്ങിയൊരു ഭഗ്നബിംബങ്ങൾ എന്നുള്ളൊരു കഥാസമാഹാരം പൂർണ്ണ പബ്ലിക്കേഷൻ ചെയ്തു. അതിനുശേഷം പിന്നെ ഒരു വെയിൽപക്ഷികൾ എന്നുള്ള ലേഖനങ്ങളാണത്. അതിൽ വന്നിട്ട് ആസ്വാദനം, സ്ത്രീപക്ഷം, ജീവിതം, അങ്ങനെ 3 ഭാഗമായിട്ട് ഒരു പുസ്തകം ബുദ്ധ ബുക്സ് തിരുവനന്തപുരത്ത് ചെയ്തു. അതിനുശേഷം പ്രയാണം എന്നുള്ളൊരു കവിതാ സമാഹാരം, അതിനു മുമ്പ് മറ്റൊരു വർഷമുകിലുകൾ എന്നുള്ള കവിതാ സമാഹാരം കൈരളി ബുക്സ് ആണ് ചെയ്തത്. അതിനുശേഷം പ്രയാണം കവിതാ സമാഹാരം കവി സെബാസ്റ്റ്യൻ്റെ നേതൃത്വത്തിലുള്ള പുലിറ്റ്സർ ബുക്സ് ചെയ്തു. അതിനുശേഷം ചെയ്തത് കച്ചമണി കിലുക്കാണ്, അച്ഛനെ കുറിച്ചുള്ള പുസ്തകം. അതിന് മുന്നേ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി ഇങ്ങനെ വാഴയങ്കട കുഞ്ചുനായർ എന്നുള്ള കുഞ്ഞൊരു പുസ്തകം അത് ചെയ്തു എന്ന് പറയാം, എഴുതിയെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതിനുശേഷം കച്ചമണി കിലുക്കത്തിന് ശേഷം കുത്തിവരകൾ എന്നുള്ളൊരു കവിതാ സമാഹാരം കഴിഞ്ഞ വർഷം ചെയ്തു. അത് വന്നിട്ട് ഇന്ദുലേഖ ബുക്സ് തൃശ്ശൂര്. പിന്നെ അതിനുശേഷം അതിന് മുന്നേ പ്രണയത്തിൻ്റെ ആഗ്നേയനാളങ്ങൾ കവിതയുടെ ആസ്വാദനങ്ങളാണ്. ആശാൻ മുതൽ, അതായത് ആശാൻ, സുധമ ടീച്ചർ, സച്ചിദാനന്ദ സാറ്, റഫീഖ് അങ്ങനെ കുറച്ച് കവികളുടെ, പ്രഭാവർമ്മ, അങ്ങനെയുള്ള കവികളുടെ കുറച്ച് ആസ്വാദനങ്ങൾ പ്രണയത്തിൻ്റെ ആഗ്നേയനാളങ്ങൾ എന്നുള്ളൊരു സമാഹാരം ചെയ്തു. അത് ചെയ്തത് തൃശ്ശൂരുള്ള പേരോർക്കുന്നില്ല, ഇപ്പം ഈ കൃഷ്ണ ചെയ്ത അവരാണ് പ്രസാധകര്. അത് കഴിഞ്ഞ് പിന്നെ ചെയ്തത് ഞാൻ കൃഷ്ണ എന്നുള്ള നോവലാണ്. ഞാൻ ആദ്യമായിട്ടാണ് ആ നോവൽ എഴുതിയത്. അങ്ങനെ കഴിഞ്ഞ വർഷമല്ല ഈ വർഷമാണ് നോവൽ ഇറങ്ങിയത്. അതിനുശേഷം തിരുവനന്തപുരം ബുക്ക് കഫേയുടെ നേതൃത്വത്തിൽ കവിതയുടെ സ്വതന്ത്ര ശില്പങ്ങൾ എന്നുള്ള ഒരു ലേഖന സമാഹാരം. പിന്നെ അക്ഷരസൂര്യൻ എന്നുള്ള ഭാസ്കര പുതുവാളെ കുറിച്ചുള്ളത് സൂര്യ ട്രസ്റ്റ്. ഇത്രയും പുസ്തകങ്ങളാണ് ചെയ്തിട്ടുള്ളത്. പുസ്തകങ്ങളിൽ ഞാൻ കൃഷ്ണ എന്നുള്ള നോവൽ ഇറക്കിയത് ബുക്കർ മീഡിയയാണ്, തൃശ്ശൂർ ബുക്കർ മീഡിയ പ്രസാധകരാണ്. അവർ തന്നെയാണ് പ്രണയത്തിൻ്റെ ആഗ്നേയനാളങ്ങൾ എന്ന കാവ്യാസ്വാദനങ്ങളും ഇറക്കിയത്. പുതിയ പുസ്തകം ഇപ്പോൾ ഒന്ന് DTP നടന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ. ഇവർ തന്നെയാണ് ബുക്ക് കഫേ പ്രസാധകർ തന്നെയാണ്. അഗ്നിസ്നാനം എന്ന പേരിൽ ഒരു കവിതാ സമാഹാരം, ഒരു 50-55 കവിതകളോളം അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അങ്ങനെ ആസ്വാദനങ്ങളൊക്കെ ഉണ്ട്. അടുത്ത പുസ്തകം ചെയ്യണമെങ്കിൽ അപ്പം ഞാനിതിങ്ങനെ പുസ്തകം ആക്കണം എന്നുള്ളതിലല്ല, എനിക്കിങ്ങനെ തോന്നുമ്പോൾ ഞാൻ എഴുതി വെക്കാറുണ്ട്. അപ്പം അത് പിന്നീടാണ് അത് നോക്കി സമാഹരിക്കാറ്. താങ്കൾ സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ കൂടാതെ കുറേ കാലം
പത്രപ്രവർത്തനവും നടത്തിയിരുന്നല്ലോ. ആ ഒരു അനുഭവം എന്തായിരുന്നു? അതൊരു വർഷം ഉണ്ടായി, സാർത്ഥകം ന്യൂസ് എന്ന പേരിൽ. അത് എനിക്ക് ഈ ഇത്തരം മീഡിയകളിൽ ഭയങ്കര ഇഷ്ടമാണ്. എഴുത്തിനോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തനവും ഇഷ്ടമായതുകൊണ്ട് തന്നെ അതങ്ങനെ തുടങ്ങി ബാംഗ്ലൂരിൽ. അത് ഒരു വർഷത്തോളം നന്നായി പോയി. പിന്നെ അറിയാലോ, ഈ ഏത് മാസിക നടത്തുകയാണെങ്കിലും അതിൻ്റെ ഒരു സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ, സാമ്പത്തിക ഭദ്രത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വളരെ നല്ല രീതിയിലൊക്കെ പോയെങ്കിലും പിന്നീട് അതെനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്തു എന്ന് പറയാം. പിന്നെ അതിൽ ബാക്കിയുള്ളവരൊക്കെ വേറെ വേറെ ജോലിയുള്ളവരായിരുന്നു. അവരൊക്കെ അവരുടേതായ ജോലിയിലേക്കും തിരിഞ്ഞു. പ്രധാനമായിട്ടും ഞാൻ മാത്രമായപ്പോൾ ഞാനത് ഒരു വർഷത്തോളം നന്നായി കൊണ്ടുപോയി. ബാംഗ്ലൂരിലെ സമകാലിക സാഹിത്യ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളെപ്പറ്റി താങ്കളുടെ നിരീക്ഷണങ്ങൾ എന്തെല്ലാമാണ്? കലാസാംസ്കാരിക രംഗത്ത് എല്ലായിടത്തും വളർച്ച തന്നെയല്ലേ. കേരളത്തിലാണെങ്കിലും മറുനാട്ടിലാണെങ്കിലും ഒക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നമ്മുടെ ജീവിതം പോലെ തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ചുറ്റുപാടുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നു, അതുപോലെ തന്നെ സാംസ്കാരിക രംഗവും മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നേരത്തെ പറഞ്ഞില്ലേ, എഴുതുന്നതെല്ലാം കവിതയാണോ, ഇപ്പൊ കാണുന്നതെല്ലാം കവിതയാണോ എന്ന് പറഞ്ഞ പോലെ എല്ലാ സാംസ്കാരിക രംഗത്തും അത് ചെയ്യാൻ അർഹതപ്പെട്ടവരാണോ എല്ലാം ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആളല്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏത് രംഗത്താണെങ്കിലും അതിനെക്കുറിച്ച് കൃത്യമായ ഒരു അവബോധം ഉള്ളവരായിരിക്കണം അത് നയിക്കേണ്ടത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അതിപ്പോൾ ബാംഗ്ലൂരിനെ സംബന്ധിച്ചും പഴയ കാലത്ത് നിന്ന് ഒരുപാട് വികസിച്ചു. ഒരുപാട് ഇപ്പോൾ പഴയ കാലത്ത് ഒന്നോ രണ്ടോ ഉള്ള സംഘടന പോലെയല്ലല്ലോ ഇപ്പോൾ. സാഹിത്യ സംഘടനകളായിക്കോട്ടെ, സാംസ്കാരിക വേദികളായിക്കോട്ടെ, എത്രയോ വേദികളുണ്ട് ഇപ്പോൾ അല്ലേ. എല്ലാവർക്കും ഉണ്ട്. ഇപ്പം റെസിഡൻഷ്യൽ അസോസിയേഷൻ വരെ പണ്ട് അതുണ്ടായിരുന്നില്ല, വീടുകളിൽ ഒതുങ്ങിയിരിക്കുകയെന്ന്. ഇപ്പം അതുമല്ല, ഇപ്പം അവിടെയുണ്ട് അസോസിയേഷൻസ്. അപ്പം വളരെയാണ്. കലയായിക്കോട്ടെ, സാഹിത്യമായിക്കോട്ടെ, സംസ്കാരമായിക്കോട്ടെ, വളരെ തന്നെ അവരവരുടേതായ അഭിരുചികൾ ആവിഷ്കരിക്കാൻ ഇടങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നല്ല കാര്യം തന്നെയാണ് എല്ലാ തരത്തിലും. പിന്നെ സാഹിത്യവും തീർച്ചയായിട്ടും വളർച്ചയുടെ പടവുകൾ തന്നെയാണ്. നമ്മളെന്നും വായിച്ചുകൊണ്ടിരുന്ന ഒരു ഏകദാനതയിലല്ലല്ലോ നിൽക്കേണ്ടത്. തീർച്ചയായിട്ടും ഒരു ബഹുസ്വരത, നമ്മൾ അതിനെ മാറ്റിമറിച്ചുകൊണ്ട് തന്നെ പോകണം എന്നുള്ളൊരു അഭിപ്രായക്കാരിയാണ്. എന്നും നമ്മൾ ഒരേ ഇതിൽ നിന്ന് കഴിഞ്ഞാൽ അതൊരു വിരസതയാണ്. പിന്നെ നമുക്ക് വേണം എന്ന് വെച്ചിട്ട് മാറുകയില്ല, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മാറിപ്പോവും അതിലേക്ക്. പുതിയ എഴുത്തുകൾ, ഇപ്പോൾ പുതിയ കാലത്ത് ആനുകാലികങ്ങളിലെ എഴുത്തുകൾ, കവിതകളൊക്കെ വായിക്കുമ്പോൾ തന്നെ വളരെ ലളിതമായ വാക്കുകൾ കൊണ്ട് വളരെ ഗഹനമായ ആശയങ്ങളെ പ്രതിപാദിക്കുന്ന എത്രയോ രചനകൾ വായിക്കുന്നില്ലേ. അതൊക്കെ തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. ഞാനതിനെ നല്ലതായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് പഴമയെ പൂർണ്ണമായിട്ട് നിരാകരിക്കണമെന്നോ പൂർണ്ണമായി സ്വീകരിക്കണമെന്ന് പറയണില്ല. ഓരോ കാലത്തും ആ കാലത്തിനനുസരിച്ച്, ആ ജീവിതത്തിനനുസരിച്ച്, മനുഷ്യൻ്റെ അനുഭവങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അത് കലയായിക്കോട്ടെ, സംഗീതമായിക്കോട്ടെ, സാഹിത്യമായിക്കോട്ടെ. ഇപ്പോൾ സംഗീത രംഗത്ത് പണ്ട് ക്ലാസിക്കൽ സംഗീതത്തിൽ ഉപയോഗിച്ചിരുന്നത് മാത്രമല്ലല്ലോ ഇന്ന് കൂടുതൽ അത് പല പരീക്ഷണങ്ങൾക്ക് സംഗീതം വിധേയമാകുന്നുണ്ട്. പല സാധാരണ പാട്ടുകൾ വരെ ക്ലാസിക്കലായിട്ട് ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യാറ്. ടി.എൻ. കൃഷ്ണയൊക്കെ പോലുള്ള ഗായകരില്ലേ, വളരെ പുരോഗമനാത്മകമായിട്ട്. അപ്പം തീർച്ചയായിട്ടും എഴുത്തിലും അങ്ങനെയാണല്ലോ, ധാരാളം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയല്ലേ എഴുത്തും. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ ഇപ്പം നവമാധ്യമങ്ങളിൽ നമ്മുടെ ഉപയോഗങ്ങൾ, നമ്മൾ പഴയ കാലത്ത് നിന്നും വ്യത്യസ്തമായിട്ട് ഈ വാട്സപ്പ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ഒക്കെ ആയിക്കോട്ടെ, അത് ആഗോള തലത്തിൽ തന്നെ അത് പ്രചരിച്ചു കൊണ്ടിരിക്കുകയല്ലേ. തീർച്ചയായിട്ടും അത് നല്ലതാണ്. നല്ല മാറ്റങ്ങൾ എന്നും നല്ലത് തന്നെയാണ്. അതിന് എത്രത്തോളം അത് ചെയ്യുന്നവര്, നമ്മൾക്ക് എത്രത്തോളം അതിനെ ചെയ്യാൻ കഴിയുന്നു, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം അത് ശരിയായ വഴിയിലൂടെയാണ് പോകുന്നത് എന്നൊരു ആത്മവിശകലനത്തിന് തയ്യാറായി മുന്നോട്ട് സഞ്ചരിക്കുക തന്നെയാണ് വേണ്ടത്. ആശാൻ കവിതകളുടെ താങ്കൾ അഭിനയിച്ച ഒരു ദൃശ്യാവിഷ്കാരം ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു അനുഭവം പറയാമോ? ഇങ്ങനെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തനവും കവിത എഴുത്തും കവിതാലാപനവും അതിന് പുറമെ ചില അഭിനയം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ചെറിയ സ്കിറ്റുകളൊക്കെ ചെയ്യാറുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് സുധാകരനായിരുന്നു, ഞാനുമായിട്ടാണ് ആദ്യം കുമാരനാശാൻ്റെ ചണ്ടാല ഭിക്ഷുകി ഞങ്ങളുടെ ഇവിടെ KNSSൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടി 2-3 സ്റ്റേജ് ചെയ്തു. പിന്നെ ഞങ്ങൾ കുമാരനാശാൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടി എൻ്റെ ചേച്ചി കലാമളം ഗിരിജാമുരളിയായിട്ട് അതൊന്ന് അവതരിപ്പിച്ചു.
ചണ്ടാലപിച്ചി തന്നെ. പിന്നീട് ഞാനും സുധയും കൂടി പൂതപ്പാട്ട്, അത് ഞങ്ങളുടെ ധ്വനിയുടെ ഒരു വാർഷികത്തിന് പൂതപ്പാട്ട് അവതരിപ്പിച്ചു. അങ്ങനെ ചെറിയ ചെറിയ സ്കിറ്റുകൾ ചെയ്യാറുണ്ട്, കൊറിയോഗ്രാഫിയൊക്കെ ചെയ്യാറുണ്ട്, ചെറുതായിട്ട്, വലുതായിട്ടല്ല. എന്നാലും അത് ചെറിയ ചെറിയ ഇടങ്ങളിൽ അഭിനയത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെ ചെറിയ ചെറിയ അഭിനയങ്ങൾ നടത്താറുണ്ട് വേദിയിൽ. പുതിയതായി എഴുതി തുടങ്ങുന്ന ആളുകളോട് എന്താണ് ഒരു സാഹിത്യകാരി എന്ന നിലയിൽ പറയാനുള്ളത്? പുതിയ എഴുത്തുകാരിൽ ഒരു വ്യത്യാസം ഞാൻ കാണുന്നത്, എല്ലാവരും അത്രത്തോളം പഴയ വായനാശീലം ഉണ്ടോ എന്നറിയില്ല. പണ്ടേ പറഞ്ഞാൽ നന്നായി വായിക്കുകയായിരുന്നു. ഏറ്റവും മുന്നിൽ വന്ന് നിൽക്കുന്ന എഴുത്തുകാർക്കൊക്കെ നല്ല വായനാശീലം ഉണ്ടായിരിക്കും. വായന നമ്മളുടെ ഒരു കഴിഞ്ഞു പോകുന്ന കാലത്തെക്കുറിച്ച്, അല്ലെങ്കിൽ സാഹിത്യത്തെക്കുറിച്ച്, കവിതയെക്കുറിച്ച്, കഥയെക്കുറിച്ചൊക്കെ ഒരു അവബോധം, കഴിഞ്ഞതിനെക്കുറിച്ചും നിലനിൽക്കുന്നതിനെക്കുറിച്ചും വരാൻ പോകുന്നതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു അവബോധം ആവശ്യമാണ്. അത് വായന തന്നെയാണ്. വായന പറഞ്ഞാൽ ഏറ്റവും വെറുതെ നമ്മളൊരു ഉപരിപ്ലവമായ വായനയല്ല, അഗാധമായ വായനയിലൂടെ കടന്നുപോയാൽ തീർച്ചയായിട്ടും അത് എഴുത്തിന് ഗുണകരമാകും എന്നത്, ഈ മാറ്റം തന്നെ വരും. എൻ്റെ ഒരു അനുഭവത്തിൽ കൂടെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ച് എൻ്റെ വായന എന്നത് എഴുത്തിനേക്കാൾ കൂടുതൽ വായനയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആ വായനയിലൂടെ നമുക്ക് പല ഭൂമിശാസ്ത്രങ്ങളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും മനുഷ്യ ജീവിതത്തെ ആകമാനം പഠിക്കാൻ കഴിയും. പലതരത്തിൽ എങ്ങനെയൊക്കെയാണ് മറ്റും നമ്മൾ കാണുന്ന പരിമിതമായ ഒരു വൃത്തത്തിനുള്ളിൽ കാണുന്ന കാഴ്ചകൾ മാത്രമല്ല എഴുത്ത് എന്നത്. അതിൻ്റെ അപ്പുറം, അതിൻ്റെ ചക്രവാളങ്ങൾക്കപ്പുറം തേടാൻ കഴിയണമെങ്കിൽ നമ്മൾ നല്ലൊരു വായന ആവശ്യമാണ്. പുതിയ കാലത്ത് എനിക്ക് അത്രത്തോളം വായന ഉണ്ടെന്ന് എല്ലാവരെയും ഞാൻ പറയുന്നില്ല, എത്രത്തോളം വായന ഉണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം വായന ഉണ്ടെങ്കിൽ, വായനയോടെ വേണം, നമ്മുടെ ചിലപ്പോൾ എഴുതാനുള്ള കഴിവുണ്ടായിരിക്കും, എഴുതാനുള്ള കഴിവിനെ കൂടുതൽ പരിപോഷിക്കണമെങ്കിൽ നല്ലൊരു വായന ആവശ്യമാണ്. പുതിയ കാലത്തെ എഴുത്തുകാരോടും എനിക്കതാ പറയുന്നത്, നമ്മൾ എഴുതിനേക്കാൾ കൂടുതൽ വായിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നല്ല നല്ല എഴുത്തുകൾ ജനിക്കാൻ കാരണമാകും എഴുത്തിന് പുറമെ.